ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമ്മൂസ് വേൾഡ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു അച്ചപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞിട്ടല്ല, നമ്മുടെ തേങ്ങാ പൗഡർ വെച്ചിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പച്ചരി ഒരു 3 ഗ്ലാസ് പച്ചരി, നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കുന്ന പച്ചരി, അത് നല്ലതുപോലെ കഴുകി ഒരു 3-4 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ തേങ്ങാപ്പാലിന് പകരം തേങ്ങാപ്പാൽപ്പൊടിയാണ് എടുക്കുന്നത്, തേങ്ങാപ്പൊടി പൗഡറാണ് എടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ പൗഡർ എടുത്ത് കുറച്ച് വെള്ളത്തിൽ കട്ടയില്ലാതെ നല്ലതുപോലെ അത് കലക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ആവശ്യമായത് 2 മുട്ടയാണ്. 2 മുട്ടയും ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മിക്സിയുടെ ജാറിലേക്ക് ഈ കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരിയും മുട്ടയും പഞ്ചസാരയും കൂടെ ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു 2 നുള്ളി ഉപ്പ് ഇട്ട് നമുക്കത് മിക്സിയുടെ ജാറിൽ നല്ലോണം അടിച്ചെടുക്കാം. പഞ്ചസാരയുടെ അളവ് ഞാൻ പറയാത്തത്, പലർക്കും പല മധുരമായിരിക്കും, അതുകൊണ്ടാണ് അളവ് പറയാത്തത്. നമ്മുടെ ആവശ്യത്തിന് മധുരം ഇട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ അരഞ്ഞു. നമുക്കിനി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഒത്തിരി വലിയ പാത്രത്തിലല്ല, ഒരു ചെറിയൊരു പാത്രത്തിലെടുത്തു കഴിഞ്ഞാൽ നമുക്കത് മുക്കിയെടുക്കാൻ സൗകര്യമായിരിക്കും. ഞാനിവിടെ ഒരു കപ്പിലാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കറുത്ത എള്ളും ഇട്ട് നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ചിലർ ഇതിനകത്ത് അയമോദകവും ഒക്കെ ഇടും, പക്ഷേ കറുത്ത എള്ളിടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ നമുക്ക് വറുത്തെടുക്കാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. അത് ഏതെണ്ണയായാലും മതി, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെണ്ണയായാലും. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് അച്ചാദ്യം ഇതിലേക്കിടാം. ഈ എണ്ണ ചൂടാകുമ്പോൾ ഈ അച്ച് നല്ലതുപോലെ ചൂടാകും. അച്ച് 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത അച്ചാണെങ്കിൽ നല്ല മയമായിരിക്കും. ഈ അച്ച് ഇതിനകത്തോട്ട് ഇതുപോലെ 1/4 പരുവത്തിൽ മുക്കിയെടുത്ത് നമുക്ക് വറുത്ത് കോരാം. ഇതിനകത്തോട്ട് ഒരു 2 സെക്കൻഡ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് തന്നെ ഇളകി വരും. ആദ്യത്തേതാകുമ്പം ഇളകാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു കമ്പിയോ വല്ലതും വെച്ചിട്ട് അത് പതുക്കെ ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങ് വീഴും. ആദ്യത്തേതേ ഇങ്ങനെ പാട് വരത്തുള്ളൂ. നല്ല മയങ്ങിയ അച്ചാണെന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നല്ലതുപോലെ ഇളകി വന്നോളും. ഇത് നമുക്കിതുപോലെ എല്ലാം വറുത്ത് കോരാം. മാവിനധികം കട്ടിയില്ലാത്തത് കൊണ്ട് ഇത് വേഗം നമ്മളൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് എടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. നമുക്കെല്ലാം ഇതുപോലെ വറുത്ത് കോരാം. രണ്ടാമത്തേത് ഇട്ട ഉടനെ ഇത് തന്നെ ഇങ്ങനെ ഇളകി വന്നോളും, വലിയ പാടില്ല. ആദ്യത്തേതിൻ്റെ അത്രയും പാടില്ല. ഇത് 1-2 എണ്ണം ചെയ്യുമ്പോഴത്തേക്കിന് പിന്നെ തന്നെ ഇളകി വീഴാൻ തുടങ്ങിക്കോളും. നമുക്കെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പിയായ അച്ചപ്പം റെഡിയായി. നല്ല ടേസ്റ്റുമാണ്. ചായയുടെ കൂടെ വേഗത്തിലുണ്ടാക്കാൻ പറ്റിയ അച്ചപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.